നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഉറച്ച രാഷ്ട്രീയ ബോധമുള്ള പുതുതലമുറയ്ക്കും ചിലത് പറയാനുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, AK ബാലൻ, K സുധാകരൻ തുടങ്ങി നിരവധി നേതാക്കൾ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചിറങ്ങിയ കലാലയം. കേരളത്തിന്റെ രാഷ്ട്രീയ മുഖങ്ങളിൽ പലരുടെയും പഠന കളരി കൂടിയായ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ക്യാമ്പസ് മാസിലേക്ക്. കേരളത്തിൽ ചൂട് പിടിക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോൾ അതിനെല്ലാം ഇടയിലേക്ക് കയറി വരുന്ന ഒരു പേരുണ്ട്. കണ്ണൂരിലെ ബ്രണ്ണൻ കോളേജ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസ് നേതാവ് K സുധാകരനും അടക്കം നിരവധി രാഷ്ട്രീയ നേതാക്കൾ പഠിച്ചിറങ്ങിയ കോളേജ്. ബ്രണ്ണൻ കോളേജിനുമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ അഭിപ്രായം പറയാൻ. ആ അഭിപ്രായങ്ങളിലേക്ക് പോകുന്നു ക്യാമ്പസ് മാസ്. തെരഞ്ഞെടുപ്പിൽ ഇത്തവണ എന്ത് സംഭവിക്കും? LDF വീണ്ടും അധികാരത്തിൽ വരുമോ? എന്താണ് തോന്നുന്നത്? LDF വീണ്ടും വരും. അവർ വന്നില്ലെങ്കിൽ കുറെ പ്രൊജക്റ്റ് ഒക്കെ ഇപ്പൊ നടക്കുന്ന പ്രൊജക്റ്റ് ഒക്കെ നിർത്തി വെക്കേണ്ടി വരില്ലേ? കുറെ കാലം നീണ്ടു വന്ന പവർ കട്ടൊക്കെ ഒഴിവായി. നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും ഒക്കെ അടിപൊളി. തീർച്ചയായിട്ടും ഇപ്രാവശ്യം നമ്മൾ കോൺഗ്രസ് ഭരണത്തിൽ വരും തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം UDF മാനിഫെസ്റ്റോ വന്നിട്ടുണ്ട്. നമുക്കറിയാം സ്ത്രീകൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു അവസരം നമ്മുടെ സർക്കാർ ഒരുക്കി തരുന്ന തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് UDF വന്നിട്ടുണ്ടെങ്കിൽ ഒരുക്കി തരുന്ന തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കെല്ലാവരും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടി എന്ന നിലയിൽ വളരെ അഭിമാനിക്കാൻ കഴിയും. കാരണം പെൺകുട്ടികൾക്ക് എല്ലാവർക്കും മാസം ഒരു തുക വെച്ച് നൽകുന്നതാണ് UDF പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആവേശമൊക്കെ കാണാനുണ്ടോ നാട്ടില്? നല്ലോണം കാണാനുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്താണെങ്കിൽ എൻ്റെ ഫസ്റ്റ് വോട്ടാണ്. അപ്പം അതിൻ്റെതായ ഒരു ആകാംക്ഷയും എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലക്കും എല്ലാം ഊന്നിക്കൊണ്ടായിരിക്കും എൻ്റെ ഫസ്റ്റ് വോട്ട് ഉണ്ടാവുക. ഇപ്പം നിലവിലുള്ള കേരളത്തിൻ്റെ അവസ്ഥ തന്നെ ഇനിയും തുടരണം എന്നാണ് ആഗ്രഹം. കേരള മോഡൽ എന്ന് ഉൾപ്പെടെ കേരളത്തിനെ വിശേഷിപ്പിക്കാൻ ഉള്ള രീതിയിലേക്ക് കേരളത്തിൻ്റെ വികസനം എത്തിയിട്ടുണ്ട്. അപ്പം ആ വികസനത്തിന് തന്നെയായിരിക്കും വോട്ട്. അപ്പം തീർച്ചയായിട്ടും LDF വരണം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കുറെ ആളുകൾ പാർട്ടി വിട്ട് അപ്പുറം പോകുന്നു ഇപ്പുറം പോകുന്നു മത്സരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു യൂത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ളതിലെല്ലാം അതൊരു ഇപ്പം നമുക്ക് വ്യക്തികളിലൂന്നിയല്ല നമ്മൾ ഒരിക്കലും പാർട്ടി പ്രസ്ഥാനം പ്രവർത്തിക്കേണ്ടത്. നമുക്കെപ്പോഴും പാർട്ടി എന്നുള്ളതായിരിക്കണം. അപ്പം പാർട്ടി എന്നുള്ള ഒരു ചിന്ത മാറി ചിലപ്പം വേറെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥ വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. LDF തന്നെ വരും. അത് ഒരുപാട് വികസനങ്ങൾ ഇപ്പോൾ ഈ വരുന്ന കാലയളവിൽ നടന്നാണല്ലോ. ഒരുപാട് ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്ന തന്നെ ഒരുപാട് വികസനങ്ങളുണ്ട്. ഇതിനു മുന്നേ നടക്കാത്ത കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നാഷണൽ ഹൈവേ ആണെങ്കിലും ഒരുപാട് നല്ല നല്ല വികസനങ്ങൾ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും LDF വന്നാലേ നിലവിലുള്ള ഒരു രീതി തുടർന്നു പോകാൻ വേണ്ടി പറ്റൂ എന്ന് വിശ്വാസമുണ്ട്. കാരണം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് LDF പോലെ അത് ഇപ്പം സമാനതകളില്ലാത്ത മാറ്റമാണ് ഈ 10 വർഷമായിട്ട് കേരളത്തിനകത്ത് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഈ കേരളം പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അതിനുള്ള കാലിബർ ഉണ്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോഴും സംഘടനയ്ക്കകത്ത് തന്നെ തമ്മിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് LDF അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളതാണ് അതിൽ പറഞ്ഞു വെക്കാനുള്ളത്. തീർച്ചയായിട്ടും LDF സർക്കാർ വീണ്ടും മൂന്നാമത് ഭരണത്തിലെത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നുള്ളത്. കാരണം 10 വർഷത്തെ ഭരണപരിഷ്കാരങ്ങളും 10 വർഷത്തിൽ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള വികസനങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും തുടർച്ചയായി മൂന്നാമതും അധികാരത്തിലെത്തേണ്ടത് LDF സർക്കാരാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തന്നെയാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ആരധികാരത്തിൽ വരണം? എന്തുകൊണ്ട് അവർ അധികാരത്തിലെത്തണം? സ്ഥാനാർത്ഥികൾ പാർട്ടി മാറി മത്സരിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം? അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നിലവിൽ സജീവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു തലശ്ശേരി ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥികൾ. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.